ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ 3 പേരും കൂടിയിട്ട് ഇന്ന് സ്വത്തുൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. സ്വത്ത് ഫസ്റ്റ് ഡേ ആണ് ഇന്ന് സ്കൂളിൽ. അപ്പോൾ ആ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ നല്ല വർണ്ണക്കടലാസ് കൊണ്ടും ബലൂൺ കൊണ്ടും ഫുൾ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ സ്വത്തിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടോ. ആദ്യം അംഗനവാടിയിൽ പഠിച്ചിരുന്ന 2-3 പേരൊക്കെ ഈ ഒരു സ്കൂളിൽ തന്നെയാണ് കേട്ടോ ചേർത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വത്തിന് ആദ്യമേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രവേശനോത്സവം അതായത് ഉദ്ഘാടനം നടക്കുന്ന ഹാളിലേക്ക് പോവാണ്. ഇനി അവിടെയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൊടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. നിങ്ങൾക്ക് വേണോ പഴയ മക്കൾക്ക് വേണോ? ഉറക്കലും പറ. വേണല്ലേ? കോഴി വേണോ അതോ ആ മുയല് വേണോ? ഏതാ വേണ്ടി? കോഴി വേണം. അപ്പൊ നമുക്ക് തരൂട്ടോ. കോഴിയുണ്ട്, മുയലുണ്ട്, സഞ്ചിയുണ്ട്, ബലൂണുണ്ട്, പിന്നെ ലഡു, കേക്ക് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവുണ്ട്. അമ്മോ പറയണ്ട, ഭയങ്കര സംഭവം കേട്ടോ. അപ്പൊ നമ്മളെ ചടങ്ങ് തുടങ്ങിയാണ്. ഈ കൊല്ലത്തെ നമ്മുടെ ചടങ്ങിന് സ്വാഗതം പറയുന്ന ഈ വർഷം ഇന്ന് ചാർജ് എടുത്ത പുതിയ അതിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന മാനേജർ PTA രണ്ട് കൈ പൊക്കിയാണ്, താഴ്ത്തിയാണ്, ഒന്ന് ചാടിയാണ്. ഇതൊക്കെ സൈക്കിൾ ഓട്ടം അറിയോ? ചവിട്ടി കളി, സൈക്കിൾ ഓട്ടി കളി. ആ ചവിട്ടി കളി. ബെല്ലെ കടിച്ചോളൂ, ബെല്ലെ അടിച്ചോളൂ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആ സ്കൂട്ടർ ഓടിക്കാൻ അറിയോ? ലോറി ഓടിക്കാൻ അറിയോ? ലോറി ഇങ്ങനെ പോവാം. വെടിവെക്കാൻ അറിയോ? നാഗാട്ടി ഓടിയ ചടി, ഭൂമിക്ക് ഓടിയ ചടി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ ബ്രിഡ്കാൻ ബിഡ്കോ എന്ന് കേട്ടുണ്ടോ? കോട്ടക്കലിലെ ഏറ്റവും മൊബൈൽ ഫോൺ ടെക്നോളജിയിൽ ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ബ്രിഡ്കാൻ ബിഡ്കോ. അറിയോ? അറിയില്ല? കേട്ടിട്ടുണ്ടോ? അംസ സാറ് യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ് എടുക്കുകയും മോട്ടിവേഷനും മറ്റു ഒരുപാട് ട്രെയിനിങ് എടുക്കുന്ന ആളാണ്. കുറേ വർഷങ്ങളായി അംസ സാറ് നമ്മളെ ഒരു ബ്രാൻഡ് അംബാസഡർ തന്നെ ആയിരുന്നു. പേര് ഈ ജൂൺ മാസം ഒരു മന്ത്രി എന്നാണോ കിട്ടുന്നത് നമ്മുടെ അംസ സാറിൻ്റെ ഡേറ്റ് വെച്ചിട്ട് പീയൂഷ് മെഹ്റക്കയുടെ എല്ലാവരുടെയും സഹകരണത്തോടെ കേരളത്തിലെ ആദ്യത്തെ ഒരു കുട്ടികളുടെ വിമാനത്താവളം ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. മനോഹരമായ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവുക. പിന്നീട് പറയാം. അപ്പോ LKG ആരെ വരെ പാട്ട് പാടാൻ ഈ മോക്ക് ബഹുമാനപ്പെട്ട മാനേജർ സമ്മാനം കൊടുക്കും.
അതിന്റെ ചില തൊപ്പിട്ടുണ്ട്. നിങ്ങൾ ചുറുക്കുന്ന അബ്ദുള്ള പറഞ്ഞോളൂ. വയ്യാന്ന് എന്ത് വയ്യാന്ന്. ഓക്കെ ശർമ്മ ടീച്ചർ ശരി വരും. ടീച്ചർ വരുന്നുണ്ട്. അങ്ങനെ കേട്ടോ സ്വത്ത് പാട്ടൊക്കെ പാടി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ. സ്വത്ത് അവിടെ പോയി പാടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ആരെങ്കിലും പാട്ട് പാടാൻ വരുമെന്ന് വെച്ചപ്പോൾ അങ്ങനെ സ്വത്ത് പോയി പാടി കേട്ടോ ഗായ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ ഹാപ്പി ആയി. പിന്നെ അതാ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് കേട്ടോ കേക്ക്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി കുട്ടികളെ വലിയ ആൾക്കാർ സ്വീകരിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇവരേനെ രണ്ട് സൈഡിൽ വലിയ കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ LKG UKG 1ാം ക്ലാസ് അവരാണല്ലോ ഇപ്പോൾ പുതിയ കുട്ടികൾ. അപ്പോൾ അവരേനൊക്കെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും വലിയ പിള്ളേർ നിന്നിട്ട് അതിൻ്റെ നടുവിലൂടെ വരെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ പിള്ളേരായതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം. ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേനും മറ്റാൾ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അപ്പോൾ ഇതാ സാറ് ഇതാട്ടോ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ പറഞ്ഞ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിനി അതൊക്കെ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ചടങ്ങ് ഇതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് വേഗം പോയി. അപ്പോൾ പോലെ പറഞ്ഞിട്ട് മാഷ് പിന്നെ ഇങ്ങോട്ട് തന്നെ വിളിച്ചു കൊണ്ടിരുന്നുണ്ട്. അങ്ങനെ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വഴിയെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി അവരെ കൊണ്ട് ഓരോരോ കളിയും അതുപോലെ തന്നെ കഥയും പാട്ടൊക്കെ പാടിപ്പിക്കുന്നുണ്ട്. Spending the night in Dixon, 60-odd miles from a plan. Is it too late to learn to listen? Too late to be less a man? How many yesterdays are between us now? How many yesterdays are between us now? Carried it all, cobbling miles as we go, a line at a time, or a sad swan song, offering up purple prose. And I'd find you if I could, invite you to the final act. But I think it's understood nothing good can come of that. അങ്ങനെ ഇതാട്ടോ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാട്ടോ അവിടെ ഉപ്മാവും ചായയൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെ സ്വത്ത് ഇതാട്ടോ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഊഞ്ഞാലാടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വത്തുവിന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ ആൾക്ക് വീട്ടിലേക്ക് വരാൻ ഒരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ വരുമ്പോഴൊക്കെ ഞാനൊന്ന് സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നത്. ഇപ്പോൾ സ്കൂളിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. കണ്ടില്ലേ, ക്ലാസ്സിലേക്ക് തന്നെ ഓടിപ്പോവാണ്. ഇനി അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ സ്കൂളും കാര്യങ്ങളൊക്കെ. ഇനി എന്നും ഇതുപോലെ ആയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.